എല്ലാ കുട്ടികൾക്കും 9ാം ക്ലാസ്സിലെ കെമിസ്ട്രി 1ാം യൂണിറ്റിലേക്ക് വീണ്ടും സ്വാഗതം. ഈ യൂണിറ്റിൽ നാം ഇതുവരെ പഠിച്ചത് വിവിധ ആറ്റം മോഡലുകളെ കുറിച്ചാണ്. ഇതിൽ നീൽസ് ബോറിന്റെ ആറ്റം മാതൃകയെ കുറിച്ചാണ് ഈ യൂണിറ്റിൽ നാം കൂടുതലായി ഡിസ്കസ് ചെയ്യുന്നത്. നീൽസ് ബോർ അവതരിപ്പിച്ച ആറ്റം മോഡലിലെ പ്രധാന ആശയങ്ങൾ എന്തൊക്കെയാണ്? ആറ്റത്തിൽ വിവിധ ഷെല്ലുകളിലായി ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഷെല്ലുകളെ എനർജി ലെവൽസ്, ഊർജ്ജ നിലകൾ എന്നും പറയും. ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൽ പ്രോട്ടോണുകളും ന്യൂട്രോണുകളും കാണപ്പെടുന്നു. ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങുന്നു. അപ്പോൾ ഇങ്ങനെ കറങ്ങുന്നത് വ്യത്യസ്ത ഷെല്ലുകളിലായിട്ടാണ്. K, L, M, N എന്നിങ്ങനെ വ്യത്യസ്ത ഷെല്ലുകളിലായിട്ടാണ് ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങുന്നത്. ഈ ഷെല്ലുകളെ വിളിക്കുന്ന മറ്റൊരു പേരാണ് എനർജി ലെവൽസ്. K ആണ് ഫസ്റ്റ് എനർജി ലെവൽ. ന്യൂക്ലിയസിൽ നിന്ന് അകന്നു പോകും തോറും എനർജി കൂടിക്കൂടി വരുന്നു. അപ്പോൾ K ഏറ്റവും എനർജി കുറഞ്ഞ ഷെല്ലാണ്. L അതിലും എനർജി ഉണ്ട്. പുറത്തേക്ക് പോകും തോറും ഷെല്ലുകളുടെ എനർജി കൂടിക്കൂടി വരുന്നു. അതായത് ന്യൂക്ലിയസിൽ നിന്ന് അകലും തോറും ഇലക്ട്രോണുകളുടെ ഊർജം കൂടി വരുന്നു. അതെ, ഇതിൽ നിന്നും ഒരു കാര്യം നമുക്ക് മനസ്സിലായി. ഒരാറ്റത്തിൽ ഒരു മധ്യബിന്ദു ഉണ്ട്, അതാണ് ന്യൂക്ലിയസ്. ന്യൂക്ലിയസിലാണ് പ്രോട്ടോണുകളും ന്യൂട്രോണുകളും അടങ്ങിയിരിക്കുന്നത്. ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അത് കൃത്യമായ പാതകളിലാണ്. അവയെ വിളിക്കുന്ന പേരുകളാണ് വിവിധ ഷെല്ലുകൾ. അതായത് ഇലക്ട്രോണുകൾ കറങ്ങിക്കൊണ്ടിരിക്കുന്ന വിവിധ എനർജി ലെവൽസ്, ഊർജ നിലകളാണ് ഷെല്ലുകൾ. അതിലേക്ക് നമുക്ക് വരാം. അതിനു മുൻപായി എന്താണ് അറ്റോമിക് നമ്പർ, എന്താണ് മാസ് നമ്പർ എന്ന് ഒന്നുകൂടി ഉറപ്പിക്കാം. ഒരാറ്റത്തിലെ ഫണ്ടമെന്റൽ പാർട്ടിക്കിൾസ്, മൗലിക കണങ്ങൾ ഏതൊക്കെയാണ്? പ്രോട്ടോൺസ്, പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോൺസ്; ഇലക്ട്രോൺസ്, നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺസ്; ചാർജ് ഒന്നുമില്ലാത്ത ന്യൂട്രോൺസ്, ചാർജ് ഇല്ല. ഈ 3 അടിസ്ഥാന കണങ്ങളാണ് ഒരാറ്റത്തിലുള്ളത്. ഇതുമായി അറ്റോമിക് നമ്പറിനും മാസ് നമ്പറിനുമുള്ള ബന്ധം എന്താണെന്ന് നോക്കാം. ആദ്യമായി അറ്റോമിക് നമ്പർ. ഒരു മൂലകം ശ്രദ്ധിക്കൂ, കാർബൺ. കാർബൺ അതിന്റെ അറ്റോമിക് നമ്പർ എപ്പോഴും താഴെയായിരിക്കും എഴുതുക, 6. മാസ് നമ്പർ 12. മൗലിക കണങ്ങളിൽ ഒന്നായ പ്രോട്ടോണുകളുടെ എണ്ണമാണ് അതിന്റെ അറ്റോമിക് നമ്പർ. അറ്റോമിക് നമ്പറിനെ സൂചിപ്പിക്കാനായി ഒരു സിമ്പൽ ഉണ്ട്, അതാണ് Z, ക്യാപിറ്റൽ ലെറ്റർ Z. Z is equal to number of protons. ഒരാറ്റത്തിൽ എത്ര പ്രോട്ടോണുകൾ ഉണ്ടോ അത്രയും ഇലക്ട്രോണുകളും ഉണ്ടായിരിക്കും. അതായത് എത്ര പോസിറ്റീവ് ചാർജ് ഉണ്ടോ അത്രയും നെഗറ്റീവ് ചാർജ് ഉണ്ടായിരിക്കും. ആറ്റം ഈസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ. ഒരാറ്റത്തിന്റെ ചാർജ് ആരെങ്കിലും ചോദിച്ചാൽ നാം എന്ത് പറയണം? ആറ്റത്തിന് ചാർജേ ഇല്ല. എന്തുകൊണ്ടാണ് ആറ്റത്തിന് ചാർജ് ഇല്ലാത്തത്? ചാർജ് ഇല്ലാത്തത് ചാർജ് ഉള്ള കണങ്ങൾ ഇല്ലാത്തത് കൊണ്ടല്ല, മറിച്ച് എത്ര പോസിറ്റീവ് ചാർജ് കണങ്ങളുണ്ടോ അത്രയും നെഗറ്റീവ് ചാർജ് ഉണ്ടായി. ഫോർ എക്സാമ്പിൾ, ടേക്ക് ദി കേസ് ഓഫ് കാർബൺ. കാർബണിന്റെ കേസിൽ അറ്റോമിക് നമ്പർ 6 ആണ്. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? പ്രോട്ടോണുകളുടെ എണ്ണം 6, പ്രോട്ടോണുകളുടെ എണ്ണം 6. പ്രോട്ടോണുകളുടെ എണ്ണം 6 ആണെങ്കിൽ എത്ര ഇലക്ട്രോണുകൾ ഉണ്ടാവും? ഒരു സംശയമില്ല, ഇലക്ട്രോണുകളും 6. പ്രോട്ടോണുകളുടെ ചാർജ് എന്താണ്? പോസിറ്റീവ് ചാർജ്. ഇലക്ട്രോണുകളുടെ ചാർജോ നെഗറ്റീവ്. അപ്പോൾ 6 പോസിറ്റീവ് ചാർജ് ഉണ്ട്, 6 നെഗറ്റീവ് ചാർജുള്ള കണികകളും ഉണ്ട്. രണ്ടുകൂടി ചേരുമ്പോൾ എത്രയായി? ക്യാൻസലായി, 0. അപ്പോൾ അറ്റോമിക് നമ്പർ എന്ന് വെച്ചാൽ അറ്റോമിക് നമ്പർ Z is equal to atomic number Z is equal to number of protons എന്ന് പറയും. മാസ് നമ്പർ is equal to number of protons plus neutrons. നമുക്കറിയാം പ്രോട്ടോൺസും ന്യൂട്രോൺസും എവിടെയാണ് കാണപ്പെടുക? നമ്മൾ ആദ്യമേ പറഞ്ഞു, ആറ്റത്തിന്റെ ന്യൂക്ലിയസ്. പ്രോട്ടോൺസും ന്യൂട്രോൺസും ന്യൂക്ലിയസിലാണ്. അതുകൊണ്ട് ഇവയെ ഒരു പേര് വിളിക്കും, ഓർക്കുന്നുണ്ടോ? അതെ, ന്യൂക്ലിയോൺസ്. പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് collectively known as nucleons because
ബിലോങ്സ് ടു ന്യൂക്ലിയസ്. അതുകൊണ്ടാണ്. അപ്പോൾ ന്യൂക്ലിയോൺസ് ശരിക്കും പറഞ്ഞാൽ ഈ ന്യൂക്ലിയോൺസിന്റെ ആകെ എണ്ണമാണ് മാസ് നമ്പർ. മാസ് നമ്പർ ഇസ് ഈക്വൽ ടു ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്ലസ് ന്യൂട്രോൺസ് ഇൻ ആൻ ആറ്റം. Atomic number is equal to 6. മാസ് നമ്പർ തന്നിരിക്കുന്നു. മാസ് നമ്പർ A is equal to 12. ഇതിൽ നിന്നും എന്തൊക്കെ കാര്യങ്ങൾ കണ്ടെത്താം? നമ്പർ ഓഫ് പ്രോട്ടോൺസ് കാണാമല്ലോ. നമ്പർ ഓഫ് പ്രോട്ടോൺസ് തന്നെയാണല്ലോ അറ്റോമിക് നമ്പർ. P is equal to 6. P 6 ആണെങ്കിൽ, അതായത് പ്രോട്ടോൺസിന്റെ എണ്ണം 6 ആണെങ്കിൽ ഇലക്ട്രോൺസിന്റെ എണ്ണം എത്രയായിരിക്കും? ഒരു സംശയമില്ല. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് is equal to, പ്രോട്ടോൺസ് പോസിറ്റീവ് ചാർജ് ആണ്, ഇലക്ട്രോൺസ് നെഗറ്റീവ്, is equal to 6. ഇനി ന്യൂട്രോൺസിന്റെ എണ്ണം കാണണം. ന്യൂട്രോൺസിന്റെ എണ്ണം കാണാൻ എന്താണ് വഴി? ന്യൂട്രോൺസിന്റെ എണ്ണം കാണണമെങ്കിൽ നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഇസ് ഈക്വൽ ടു മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ. ഇവിടെ മാസ് നമ്പർ എത്രയാണ്? 12. അതായത് പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും എണ്ണം മൈനസ് അറ്റോമിക് നമ്പർ എത്രയാണ്? 6. So 12 minus 6 is equal to 6. 12 എന്ന് പറയുന്നത് P പ്ലസ് N ആണ് മാസ് നമ്പർ. 6 എന്ന് പറയുന്നത് P മാത്രമാണ്. ന്യൂട്രോണുകളുടെ എണ്ണം കണ്ടെത്താൻ നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഇസ് ഈക്വൽ ടു A മൈനസ് Z എന്നുള്ള ഇക്വേഷൻ ഓർത്തിരിക്കുക. മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ. ഇനി നമുക്ക് പ്രധാന ഭാഗത്തേക്ക് വരാം. ഒരാറ്റത്തിൽ പല ഷെല്ലുകളുണ്ട് എന്ന് നാം കണ്ടു. എന്താണ് ഷെല്ലുകൾ? ഷെല്ലുകളും ഇലക്ട്രോണുകളും തമ്മിലുള്ള ബന്ധം എന്താണ്? ഉദാഹരണത്തിന് കാർബണിന്റെ കാര്യമെടുക്കാം. കാർബണിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? Z is equal to 6. അറ്റോമിക് നമ്പർ 6. അറ്റോമിക് നമ്പർ 6 എന്ന് പറഞ്ഞാൽ പ്രോട്ടോണിന്റെ എണ്ണം 6 എന്ന് വെച്ചാൽ ഇലക്ട്രോണിന്റെ എണ്ണം 6. നമുക്ക് വേണ്ടത് ഇതാണ്. എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? അറ്റോമിക് നമ്പർ അറിയാമെങ്കിൽ പിന്നെ മറ്റൊന്നും നോക്കണ്ട, ഇലക്ട്രോണിന്റെ എണ്ണവും അത് തന്നെയാണ്. ഇവിടെ ഇലക്ട്രോണുകളുടെ എണ്ണം 6. ഇനി ഒരാറ്റത്തിൽ 6 ഇലക്ട്രോണുകൾ ഉണ്ടെങ്കിൽ ഈ 6 ഇലക്ട്രോണുകളെയും ഒരു ബാഗിലേക്ക് വാരി ഇടുന്നത് പോലെ വെറുതെ ഇട്ടിരിക്കുകയാണോ? അല്ല. അതായത് ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾക്ക് സഞ്ചരിക്കാൻ കൃത്യമായ സഞ്ചാര പാതകളുണ്ട്. അവയാണ് നമ്മൾ ഓർബിറ്റ്സ് എന്ന് വിളിക്കുക. അതുതന്നെയാണ് ഷെല്ലുകൾ. അപ്പോൾ ഒരാറ്റത്തിൽ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകളുടെ സഞ്ചാരപാതയാണ് ഷെല്ലുകൾ. നമുക്ക് നോക്കാം. നോക്കൂ, കാർബണിന്റെ കാര്യമെടുക്കാം. ഇതാണ് ന്യൂക്ലിയസ്. ഇവിടെ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 6. അപ്പൊ ഈ 6 ഇലക്ട്രോണുകളും കാർബണിന് ചുറ്റും വെറുതെ കറങ്ങുകയാണോ? ഒരാറ്റത്തിന് ചുറ്റുമുള്ള ഈ സഞ്ചാരപാതകളെയാണ് നമ്മൾ ഷെല്ലുകൾ എന്ന് വിളിക്കുക. ഷെല്ലുകൾക്ക് പേര് നൽകിയിട്ടുണ്ട്. കെ ഷെൽ, എൽ ഷെൽ, എം ഷെൽ, എൻ ഷെൽ, ഓ ഷെൽ എന്നിങ്ങനെ. അപ്പൊ ആദ്യത്തെ ഷെല്ലാണ് കെ. അതുകൊണ്ടാണ് അതിന് നമ്പർ 1 കൊടുത്തിരിക്കുന്നത്. കെ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഷെൽ. സെക്കൻഡ് ഷെല്ലാണ് എൽ ഷെൽ. തേർഡ് ഷെല്ലാണ് എം ഷെൽ. ഫോർത്ത് ഷെൽ എൻ ഷെൽ. ആൻഡ് ഫിഫ്ത്ത് ഷെൽ ഓ ഷെൽ. നമുക്ക് ഷെല്ലുകളെ ഇങ്ങനെ ന്യൂക്ലിയസിന് ചുറ്റും ഒരു റൗണ്ട് ആയിട്ട് വരയ്ക്കാം. ഫസ്റ്റ് ഷെല്ലാണ് കെ ഷെൽ, കെ എന്ന് എഴുതാം. അടുത്ത ഷെല്ലാണ് എൽ ഷെൽ, എൽ. അടുത്താണ് എം, എം ഷെൽ. ഈ 3 ഷെല്ലുകൾ. ഇത് ന്യൂക്ലിയസ്. ഇത് ന്യൂക്ലിയസ്. ന്യൂക്ലിയസിനോട് ഏറ്റവും അടുത്ത ഷെൽ ഏതാണ്? സംശയമില്ല, കെ ഷെൽ. കെ. ന്യൂക്ലിയസിനോട് ഏറ്റവും അടുത്ത ഷെല്ലാണ് കെ ഷെൽ. അതായത് ന്യൂക്ലിയസ് ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത് കെ ഷെല്ലിനെ ആയിരിക്കും. ഇതിൽ കെ ഷെല്ലാണ് ന്യൂക്ലിയസിനോട് ഏറ്റവും അടുത്ത ഷെല്ല്. അതിനുശേഷം എൽ, അതിനുശേഷം എം എന്നിങ്ങനെയാണ് ഷെല്ലുകളുടെ ക്രമീകരണം. ഇനി ഓരോ ഷെല്ലിലെയും പരമാവധി കപ്പാസിറ്റി നമുക്ക് നോക്കാം. കെയുടെ മാക്സിമം കപ്പാസിറ്റി 2. അടുത്ത ഷെല്ലാണ് എൽ. എൽ മാക്സിമം കപ്പാസിറ്റി 8. നെക്സ്റ്റ് ഷെൽ എം, മാക്സിമം കപ്പാസിറ്റി 18. അത് കഴിഞ്ഞ് വരുന്ന ഷെല്ലാണ് എൻ, മാക്സിമം കപ്പാസിറ്റി 32. അത് കഴിഞ്ഞ് ഒ വരും.
ആയുടെ മാക്സിമം കപ്പാസിറ്റി 50 ആണ്. അത് കഴിഞ്ഞ് പി വരും. പിയുടെ മാക്സിമം കപ്പാസിറ്റി 72. ഇങ്ങനെ അങ്ങ് പോകും. നമ്മൾ വരെയൊക്കെ ഇപ്പോൾ നോക്കിയാൽ മതി. ഷെല്ലുകളുടെ മറ്റൊരു പേരാണ് എനർജി ലെവൽസ്. ഇത് നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കണം. ഊർജ നിലകൾ. അപ്പൊ കാർബണിൽ 6 ഇലക്ട്രോണുകൾ ഉണ്ടെങ്കിൽ എല്ലാ ഇലക്ട്രോണുകൾക്കും ഒരേ എനർജി അല്ല. ഇപ്പൊ നമ്മുടെ ക്ലാസ്സിൽ 30 കുട്ടികളുണ്ടെങ്കിൽ 30 കുട്ടികൾ 9ാം ക്ലാസ്സിലാണ്, സമ്മതിച്ചു. പക്ഷെ 30 പേർക്കും ഒരേ ഊർജ്ജമാണോ? ചിലര് ബഹുമെടുക്കലാണ്, പൊട്ടത്തിലും ചാട്ടത്തിലും മരങ്കയറ്റത്തിലും ഒക്കെ. എന്നാൽ എല്ലാവരും അത്രയും എനർജി ഉള്ളവരല്ല. എന്ന് പറഞ്ഞ പോലെ ഈ കാർബൺ ആറ്റത്തില് 6 ഇലക്ട്രോണുകളുണ്ട്, പക്ഷെ എല്ലാവർക്കും ഒരേ എനർജി അല്ല. അതിൽ ഏറ്റവും എനർജി കുറഞ്ഞ 2 പേർ അവരായിരിക്കും കെ ഷെല്ലിൽ എന്ന് പറയുക. അപ്പൊ ലോവസ്റ്റ് എനർജി ഉള്ള 2 ഇലക്ട്രോൺസ് കെയിൽ ഫില്ലായി. ഇലക്ട്രോൺസ് ഹാവിംഗ് ലോവസ്റ്റ് എനർജി ഈസ് അക്കോമഡേറ്റഡ് ഇൻ കെ ഷെൽ. 2 ഇലക്ട്രോൺസ് കെയിൽ നിറഞ്ഞു. ഓക്കെ, ഇവിടെ 6 ഇലക്ട്രോണേ ഉള്ളൂ എന്ന് വിചാരിക്കണം. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഇത് 6 ഇലക്ട്രോണുകളായിട്ട് സങ്കല്പിക്കുക. 2 ഇലക്ട്രോണുകൾ കെയിൽ ഓൾറെഡി നിറഞ്ഞു കഴിഞ്ഞു. ഇനി ബാലൻസ് എത്രയുണ്ട്? 4 ഇലക്ട്രോൺസ്. അതെങ്ങോട്ട് പോകും? അടുത്ത ഷെല്ലാണ് എൽ ഷെൽ. എൽ ഷെല്ലിന്റെ മാക്സിമം കപ്പാസിറ്റി എത്രയാണ്? 8 ഇലക്ട്രോൺസ്. 8 ഇലക്ട്രോൺസ് വരെ ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാം. ഇവിടെ 4 ഉള്ളൂ. അപ്പൊ 4 എണ്ണം കൂടി ഇട്ടേക്കുക. 1 2 3 4. 4 ഇലക്ട്രോൺ ഇങ്ങോട്ട് അക്കോമഡേറ്റ് ചെയ്തു. ഓക്കെ, അങ്ങനെ കാർബണിലെ 6 ഇലക്ട്രോൺസിനെയും നമ്മൾ കെ എൽ ഷെല്ലുകളിലായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഇവിടെ എം ഷെല്ലിന്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാനത് അങ്ങോട്ട് റിമൂവ് ചെയ്യും. അപ്പൊ ഇതാണ് കാർബണിന്റെ അറ്റോമിക് സ്ട്രക്ചർ. ഫസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ, സെക്കൻഡ് ഷെല്ലിൽ 4 ഇലക്ട്രോൺസ്. സോഡിയത്തിന്റെ കേസിൽ ഇതാണല്ലോ അറ്റോമിക് നമ്പർ. അറ്റോമിക് നമ്പറിന്റെ സിമ്പിൾ എന്താണ്? Z is equal to 11. അറ്റോമിക് നമ്പർ 11 എന്ന് പറഞ്ഞാൽ പ്രോട്ടോണുകളുടെ എണ്ണം 11 എന്നാണ്. അതായത് ഇലക്ട്രോണുകളുടെ എണ്ണവും 11. നെഗറ്റീവ് ചാർജ് ഉള്ള 11 ഇലക്ട്രോൺസ് ഇതിലുണ്ട്. ഇവയെ എപ്രകാരമാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുക നോക്കാം. 11 ഇലക്ട്രോൺസ് ഉണ്ട്. ഇതിൽ ആദ്യത്തെ 2 ഇലക്ട്രോൺസ് ഏത് ഷെല്ലിലേക്ക് പോകും? ഫസ്റ്റ് ഷെൽ, കെ ഷെൽ. ഇതാണ് കെ ഷെൽ. കെ ഷെല്ലിൽ പരമാവധി കപ്പാസിറ്റി 2 ആണ്. 2 ഇലക്ട്രോൺസ്. ഇതാണ് കെ ഷെൽ. 11ൽ 2 എണ്ണം അക്കോമഡേറ്റ് ചെയ്തു. ഇനി എത്രയുണ്ട്? 9. അടുത്ത ഷെല്ല് എൽ ഷെല്ലാണ്. എൽ ഷെല്ലില് പരമാവധി കപ്പാസിറ്റി, മാക്സിമം കപ്പാസിറ്റി ഓഫ് എൽ ഷെൽ is 8. Here 9 electrons are remaining. ഈ 9 ഇലക്ട്രോണുകളിൽ 8 എണ്ണം ഇവിടെ നിറയും. 1 2 3 4 5 6 7 8. Because maximum capacity of L shell is 8. അപ്പോൾ 9ൽ 8 എണ്ണം ഇവിടെ ഫില്ലായി. ഇനി എത്ര എണ്ണം ഉണ്ട്? ഓൺലി 1. ഏതായാലും എൽ ഫില്ലായി. അടുത്ത ഷെൽ ഏതാണ്? തേർഡ് ഷെൽ എം ഷെൽ. എം ഷെല്ലില് 1 ഇലക്ട്രോൺ ഫില്ലാവും. ചുരുക്കി പറഞ്ഞാൽ സോഡിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ കെയിൽ എത്ര? 2. എല്ലിൽ എത്ര? 8. അടുത്ത എമ്മിൽ എത്ര? ഇതാണ് എം 1. അപ്പൊ 2 8 1 എന്ന് പറഞ്ഞാൽ total 11 electrons are there in sodium, and these 11 electrons are distributed in 3 different shells. In first shell K 2 electrons, and in second shell 8 electrons, and in third shell 1 electron. ഇതാണ് ഇലക്ട്രോണുകളെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന രീതി സോഡിയത്തിൽ. ഒരു ഉദാഹരണം നോക്കാം. ക്ലോറിൻ അറ്റോമിക് നമ്പർ 17 ആണ്. അതുകൊണ്ട് തന്നെ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണ്. ഷെൽ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് പ്രോട്ടോൺസ്. അത് തന്നെയാണ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഈസ് ഈക്വൽ ടു 17 ഇലക്ട്രോൺസ്. 17 ഇലക്ട്രോൺസ്. ഇനി എപ്രകാരമാണ് ഈ 17 ഇലക്ട്രോൺസിനെ ഒരാറ്റത്തിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് നോക്കാം. ഇതാണ് ന്യൂക്ലിയസ്. മാക്സിമം കപ്പാസിറ്റി ഓഫ് കെ ഇസ് 2 ആണ്. അത് പറഞ്ഞു. നെക്സ്റ്റ് ഷെൽ ഈസ് എൽ.
അത് പുറമേ വരും. മാക്സിമം കപ്പാസിറ്റി 8 ഫില്ലായി 1 2 3 4 5 6 7 8 ഓക്കെ ഫില്ലായി. നെക്സ്റ്റ് ഷെൽ, തേർഡ് ഷെൽ ഇസ് M. മാക്സിമം കപ്പാസിറ്റി ഓഫ് M is 18. M ആണ്, എമ്മിന്റെ കപ്പാസിറ്റി 18 ആണ്. നമുക്ക് ആകെ 17 ഉള്ളൂ. അപ്പോൾ ഓൾറെഡി 10 നിറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അടുത്ത ഷെല്ല് M ഷെല്ലില് 7 കൂടി നിറഞ്ഞാൽ 1 2 3 4 5 6 7 8. കെയിൽ 2, എല്ലിൽ 8, എമ്മിൽ 7. ഇലക്ട്രോൺ വിന്യാസം, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? കെ ആദ്യം എഴുതണം 2, എൽ 8, എം 7, 2 8 7. ഇതാണ് ക്ലോറിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അറ്റോമിക് നമ്പർ സിംബൽ Z is equal to 18. അറ്റോമിക് നമ്പർ 18 എന്ന് പറഞ്ഞാൽ എന്തൊക്കെ മനസ്സിലാക്കണം? നമ്പർ ഓഫ് പ്രോട്ടോൺസ് സമം 18. പ്രോട്ടോണുകളുടെ എണ്ണം 18 ആണ്. വാട്ട് ഈസ് ദ ചാർജ് ഓഫ് പ്രോട്ടോൺ? പോസിറ്റീവ്. എത്ര പോസിറ്റീവ് ചാർജ് ഉണ്ടോ അത്രയും എന്തുണ്ടാവും? നെഗറ്റീവ് ചാർജ് ഉള്ള ഇലക്ട്രോൺസ് 18. അപ്പൊ ഇതാണ് ആർഗൺ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇത് നമ്മൾ എപ്രകാരം എടുത്തെഴുതും? കെ ഷെല്ലിൽ 2 S2, എൽ ഷെല്ലിൽ എത്ര? 8, എം ഷെല്ലിൽ എത്ര? 8. അപ്പൊ 2 8 8 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 2 മീൻസ് കെ ഷെല്ലിനെയാണ് ആദ്യത്തെ ഈ 2 റെപ്രസെന്റ് ചെയ്യുക. ഇൻ കെ ഷെൽ 2 ഇലക്ട്രോൺ, ഇൻ എൽ ഷെൽ 8 ഇലക്ട്രോൺ ആൻഡ് ഇൻ എം ഷെൽ 8 ഇലക്ട്രോൺ. ഒരു ഷെല്ലിലെ മാക്സിമം കപ്പാസിറ്റി, അതായത് എത്ര ഇലക്ട്രോണുകളെ ഒരു ഷെല്ലിൽ അക്കോമഡേറ്റ് ചെയ്യാം എന്ന് കണ്ടെത്തുവാനുള്ള ഒരു ഇക്വേഷനിലേക്ക് പോകാം. ഇത് കണ്ടെത്തുവാനുള്ള ഇക്വേഷനാണ് 2 × n². എന്താണ് n? എന്ന് പറഞ്ഞാൽ ഷെൽ നമ്പർ, ഷെൽ സംഖ്യ, അതായത് ഷെല്ലിന്റെ നമ്പർ എത്രയാണ്. ഇതാണ് ഷെൽ നമ്പർ. കെ ആണ് ഷെൽ നമ്പർ എത്രയാണ്? 1. ഒരു മാറ്റമില്ല. എൽ ആണെങ്കിൽ ഷെൽ നമ്പർ എത്രയാണ്? 2. എം ആണ് ഷെൽ നമ്പർ. നിങ്ങളോട് ആരെങ്കിലും ചോദിക്കുകയാണ് ഹൗ മെനി ഇലക്ട്രോൺസ് ക്യാൻ ബി അക്കോമഡേറ്റഡ് ഇൻ എൽ ഷെൽ. അപ്പൊ നമ്മൾ ഓർക്കണം, എൽ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് പരമാവധി ഉൾക്കൊള്ളാം? എൽ എത്രാമത്തെ ഷെല്ലാണ്? 1 2. രണ്ടാമത്തെ ആണല്ലോ. ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 2 × n എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഷെൽ നമ്പറാണ്. ഇതിലേതാണെന്ന് ഉള്ളത് നോക്കൂ. ചോദ്യം ഇതാണ്, എൽ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് അക്കോമഡേറ്റ് ചെയ്യാം? അപ്പൊ ഇക്വേഷനിലേക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. n ഷെൽ നമ്പർ, എൽ ഷെല്ലാണല്ലോ, ഷെൽ നമ്പർ എത്രയാ? 2². നിങ്ങൾക്കറിയാം 2² എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2² സമം 4. 2 × 4 is equal to 8. ശരിയല്ലേ? എൽ ഷെല്ലിലെ മാക്സിമം കപ്പാസിറ്റി എത്രയാണ്? 8 ആണല്ലോ. അതെ. ഇനി എൻ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട് എന്ന് ചോദിച്ചാലോ? n. നമ്മൾ ആദ്യം ഓർക്കേണ്ടത് n എത്രാമത്തെ ഷെല്ലാണെന്ന്. വാട്ട് ഈസ് ഷെൽ നമ്പർ? ഷെൽ നമ്പർ ഈസ് 4. Substitute the value in this equation. 2 × n. n സമം 4. 4². That is equal to 2 × 4², 16. What will you get? 32. 32 ഇലക്ട്രോൺസ് ആണ് n ഷെല്ലില് ഉൾക്കൊള്ളുക. ഇനി ഇവിടെ കൊടുക്കാത്ത ഒരു ഷെല്ല് KLM-NO എന്നത് പി ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുക. പി എത്രാമത്തെ ഷെല്ലാണ്? അപ്പോ പിയിൽ എത്ര ഇലക്ട്രോൺസ് ഉൾക്കൊള്ളുമെന്ന് നോക്കിയാലോ? ഷെൽ നമ്പർ is equal to 6. So 2 × n² is equal to 2 × 6². That is equal to 2 × 6² is equal to 36. 36 × 2 72. 72 ഇലക്ട്രോൺസ് ആയിരിക്കും പി ഷെല്ലില് മാക്സിമം കപ്പാസിറ്റി, പരമാവധി നിറയുക. ഇനി ഈ യൂണിറ്റുമായി ബന്ധപ്പെട്ട് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ആറ്റം മോഡൽ വരയ്ക്കുക. വിവിധ ആറ്റം മോഡലുകൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കുറേ എണ്ണം കൊടുത്തിട്ടുണ്ട്. അത് നന്നായി വരച്ച് പഠിക്കണം. അപ്പം അങ്ങനെ വരയ്ക്കുമ്പോൾ ആദ്യം ന്യൂക്ലിയസ് വരയ്ക്കുക, അതിനുശേഷം കെ ഷെൽ, എൽ ഷെൽ, എം ഷെൽ എന്നിങ്ങനെ വരയ്ക്കുക. ഇതിൽ നിന്ന് അറ്റോമിക് നമ്പർ കണ്ടെത്തുവാനും
ന്യൂട്രോണുകളുടെയും പ്രോട്ടോണുകളുടെയും എണ്ണം കണ്ടെത്തുവാനും ഒക്കെ പരീക്ഷയ്ക്ക് സ്ഥിരമായി ചോദിക്കുന്നതാണ്. ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന വർക്ക്ഷീറ്റുകൾ എല്ലാവരും പൂരിപ്പിക്കണം. കൂടുതൽ ഉദാഹരണങ്ങൾ ചെയ്തു പഠിക്കണം.